മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. എറണാകുളം കാക്കനാട് TV സെന്ററിൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ കൂട്ടാത്മഹത്യ എന്ന സംശയം. ഉദ്യോഗസ്ഥനും സഹോദരി മാതാവും മരിച്ച നിലയിൽ. ഉദ്യോഗസ്ഥന്റെയും സഹോദരിയുടെയും മൃതദേഹം കണ്ടെത്തിയ തൂങ്ങിയ നിലയിലും മാതാവിന്റെ മൃതദേഹം കട്ടിലിലുമാണ് കണ്ടെത്തിയത്. ഇപ്പോൾ കൂട്ടാത്മഹത്യ എന്ന സ്ഥിരീകരണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് ചെയ്യുന്നത്. വിഷ്ണു, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്ന വിവരം വരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം? എന്തിന് ഇത്തരത്തിലൊരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചു? എന്താണ് നയിച്ചത്? കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന സ്ഥിരീകരണം, അതിലെന്തൊക്കെയാണ് കാരണങ്ങൾ, ഇതിലൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ സൂചനകൾ എന്തൊക്കെയാണ്? സുഹൈല്, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ് പുറത്തുവരുന്ന വിവരം. അതിലെന്താണ് കണ്ടന്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ മൃതദേഹത്തിന് തൊട്ടരികിൽ തന്നെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിനകത്തായിരിക്കാം ഉണ്ടാകുക. പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ഇതിനകത്ത് കയറിയ ഉന്നത ഉദ്യോഗസ്ഥരാരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ACP അടക്കമുള്ള ആളുകൾ ഇപ്പോഴും അകത്ത് തന്നെ തുടരുകയാണ്. എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചാൽ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടുമില്ല. വിശദമായ പരിശോധന നടത്തുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മൃതദേഹങ്ങൾ തന്നെ മാറ്റാനുള്ള നടപടിയാണ്. വിഷ്ണു സുരേഷ്, തിരികെ വരാം. ഇപ്പോൾ ശ്രീകാന്ത് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്രീകാന്ത്, FIR വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് ഈ FIR-ന്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. BNSS 194 പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലാണ് ഒരു FIR ആദ്യഘട്ടത്തിൽ ഇടുന്നതും. തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇതിനായി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 6:30-യോടെയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടത്. ഈ ഉദ്യോഗസ്ഥന്റെ, ഈ അഡീഷണൽ കമ്മീഷണർ കൂടിയായ മനീഷിന്റെ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ, അത് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹം ആണ് ഇതാദ്യമായി കാണുന്നത്, മൃതദേഹം കാണുന്നത്. മുന്നിലെ മുറിയിൽ മനീഷും പിറകിലെ മുറിയിൽ ഈ മനീഷിന്റെ സഹോദരിയും തൂങ്ങി നിൽക്കുന്നതായാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തേക്കെത്തി. ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ജാർഖണ്ഡ് റാഞ്ചി സ്വദേശിയാണ്. ഇപ്പോൾ GST ഓഡിറ്റ് കമ്മീഷണറേറ്റ്, അത് കച്ചേരിപ്പടിയിലാണ്. GST ഓഡിറ്റ് കമ്മീഷണറേറ്റിലെ അഡീഷണൽ ഡയറക്ടറാണ് ഈ മനീഷ്. കസ്റ്റംസിൽ അല്ല നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നത്. അതായത് കസ്റ്റംസ് പ്രിവെന്റീവിലോ കസ്റ്റംസ് ഹൗസിലോ അല്ല നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നത്. നേരെ മറിച്ച് GST ഓഡിറ്റ് കമ്മീഷണറേറ്റ്, അത് കച്ചേരിപ്പടിയിലാണ്. അവിടെയാണ് അദ്ദേഹം അഡീഷണൽ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത്. നേരത്തെ കൊച്ചിയിലും കോഴിക്കോട്ടും കസ്റ്റംസിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. നിലവിൽ പോലീസിന്റെ അന്വേഷണം ഈ രീതിയിലാണ് പുരോഗമിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ അസ്വാഭാവിക മരണത്തിന് തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒരു വിശദാന്വേഷണം ഉണ്ടാകും. ആത്മഹത്യക്ക് കാരണമെന്തെന്ന ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് കൊണ്ട് തന്നെ അതിൽ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പിന്റെ വിശദാംശങ്ങൾ ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല. ഈ ഉള്ളടക്കത്തിൽ ഒരു പരിശോധന പോലീസ് നടത്തും. എന്തായാലും മനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് സമീപമുണ്ടായത് ഡയറിക്കുള്ളിൽ വെച്ചാണ്. പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരിക്കുന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ വാർത്തയിലേക്ക് തിരികെ വരാം. വളരെ അനിവാര്യമായ ഒരു ഇടവേളയിലേക്കാണ് പ്രിയ പ്രേക്ഷകർ തുടരും.